ഹലോ എവരിവൺ. നമുക്കറിയാം ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് മെയ് 25-ാം തീയതി. മെയ് 15-ാം തീയതി ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി നമ്മളുടെ മുന്നിലുള്ളത് 7 ദിവസങ്ങളാണ്. ആ ദിവസം കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും എക്സാമിന്റെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യണം ആൻഡ് എന്തൊക്കെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ ക്യാരി ചെയ്യാൻ പാടില്ല, അതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം, സെന്ററിൽ ഏത് ദിവസം എത്തണം, ഏത് സമയം എത്തണം, അതുപോലത്തെ കുറച്ച് ടിപ്പുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ പോയിന്റിലേക്ക് കടക്കാം. അതിന്റെ മുന്നേ നമ്മൾ ടെലിഗ്രാമിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളും അടങ്ങുന്ന ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഉള്ള അപ്ഡേറ്റ്സ് മിസ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. www.iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി ലോഗിൻ ചെയ്തതിന് ശേഷം ഹാൾ ടിക്കറ്റ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ PDF ഒരു A4 ഷീറ്റിൽ ഒരു ലേസർ പ്രിന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഹാൾ ടിക്കറ്റിലുള്ള സ്പേസിൽ കൃത്യമായിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഹാൾ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും എല്ലാം നല്ല പോലെ വിസിബിൾ ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ എക്സാം ഹാളിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് റിജക്ഷൻ വരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഐഡിയും അതിന്റെ തന്നെ ഫോട്ടോ കോപ്പിയും ക്യാരി ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഒറിജിനൽ ഫോട്ടോ ഐഡിയും അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയും. ഇനി ഏതൊക്കെയാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള IDs എന്ന് ചോദിച്ചാൽ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഇനി നിങ്ങളുടെ 10th അല്ലെങ്കിൽ 12th മാർക്ക് ഷീറ്റ്, ഫോട്ടോ ഉള്ള മാർക്ക് ഷീറ്റ്, ഇതൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID എന്ന് പറയും. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ IDയുടെ ഒറിജിനൽ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് കൊണ്ടുപോകണം. ആൻഡ് മറക്കരുത്, അതിന്റെ ഒരു കോപ്പിയും നിങ്ങൾ കയ്യിൽ വെക്കണം. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസിലുള്ള പേരും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള പേരും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോയും മാച്ചിങ് ആയിരിക്കണം. എക്സാക്ട് ഫോട്ടോ വേണമെന്നല്ല, അത് വെച്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഫോട്ടോ ID ആയിട്ട് എന്താണോ വെച്ചത് അത് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു നിർബന്ധമൊന്നും പറയുന്നില്ല, പക്ഷെ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടിംഗ് ടൈമാണ്. എക്സാം സെന്ററിൽ നമ്മൾ എത്തേണ്ടത് 7 മണിക്കാണ്. 7 മണി തൊട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെന്ററിലേക്ക് വരാം. 8:30 വരെ ആയിരിക്കും ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം. അതിനുശേഷം ലേറ്റ് ആവുന്ന, ഈവൻ 1 മിനിറ്റ് ലേറ്റ് ആയാൽ പോലും നിങ്ങളെ സെന്ററിന്റെ അകത്തേക്ക് അലൗ ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ കൃത്യമായിട്ട് 7 മണിക്ക് തന്നെ സെന്ററിലേക്ക് എത്താം. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് സ്റ്റുഡൻസിന്, അത് ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിലെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് കേരളത്തിന്റെ പുറത്ത് സെന്റർ കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മംഗലാപുരം, ചില ആളുകൾക്ക് കോയമ്പത്തൂര്, അതുപോലെ കേരളത്തിന്റെ പുറത്ത് സെന്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തലേ ദിവസം തന്നെ എക്സാമിന്റെ അടുത്തുള്ള ഒരു നിയർ ബൈ സെന്ററിൽ നിങ്ങളൊരു സ്റ്റേ ബുക്ക് ചെയ്ത് തലേ ദിവസം തന്നെ അവിടെ സ്റ്റേ ചെയ്യാം. കാര്യം നമ്മൾ അടുത്ത ദിവസമാണ് എക്സാം. അപ്പൊ നിങ്ങളുടെ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപാട് അൺഫോർസിയബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഫോർ എ സേഫർ സൈഡ് നമുക്ക് തലേ ദിവസം തന്നെ പോയിട്ട് സ്റ്റേ ചെയ്യാണ് നല്ലത്. ഇനി നിങ്ങളുടെ സെന്ററിൽ ഏതെങ്കിലും മലയാളികളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 700 പേരുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് നമ്മളത്. അപ്പൊ നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ വന്നിട്ട് ഈ സെന്ററിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തമ്മിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ദൂരെയുള്ള ഒരു സെന്റർ ആണ്, നിങ്ങൾ തലേ ദിവസമാണ് പോയി നിൽക്കുന്നത് എങ്കിൽ ജസ്റ്റ് ആ പോയി നിൽക്കുന്ന ദിവസം തന്നെ ആ സെന്റർ എവിടെയാ എന്നൊന്ന് മനസ്സിലാക്കുക. കാര്യം തൊട്ടടുത്ത ദിവസം ഒറ്റപ്പെട്ട ഏരിയാസിലൊക്കെയാണ് എങ്കിൽ 7 മണി to 8:30 ഇടയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ തൊട്ട് തലേ ദിവസം തന്നെ എവിടെയാണ് നിങ്ങളുടെ സെന്റർ എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നാലാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം ഹാളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നാണ്. ഹാൾ ടിക്കറ്റ്, ഒറിജിനൽ ഫോട്ടോ ID, ആ ഫോട്ടോ IDയുടെ ഫോട്ടോ കോപ്പി, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മാത്രം വാട്ടർ ബോട്ടിൽസ്, ബ്ലൂവോ ബ്ലാക്കോ ബോൾ പെൻ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന്റെ ഹാളിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഇനി എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി മൊബൈൽ ഫോൺസ് കൊണ്ടുപോകാൻ പാടില്ല, സ്മാർട്ട് വാച്ചസ് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈവൻ നിങ്ങൾ വാച്ച് പോലും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, നിങ്ങളുടെ കയ്യിലുള്ള കാൽക്കുലേറ്റേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന്റെ അകത്ത് തന്നെ നിങ്ങൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി ശീലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റർഫേസിലെല്ലാം അവിടെ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. അത് എക്സാക്ട്ലി ഒറിജിനൽ എക്സാമിന് അവിടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാൽക്കുലേറ്റർ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇനി എന്തെങ്കിലും മെറ്റൽ ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസ് ഇതൊന്നും എക്സാം ഹാളിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എക്സാം ഹാളിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോവാതെ ഇരിക്കുക. കാരണം എക്സാം ഹാളിന്റെ പുറത്ത് നിങ്ങളുടെ ഈ സാധനങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാൻ ഒരു സേഫ് കീപ്പിംഗ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിൽ തന്നെ ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ സേഫ് കീപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓർഗനൈസേഴ്സ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തൊരു ലോസ്റ്റ് ഐറ്റംസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ സ്വയം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഐറ്റംസ് ഒന്നും നിങ്ങൾ കൊണ്ടുപോവാതെ ഇരിക്കുകയാണ് നല്ലത്. ഈവൻ വാച്ചും കെട്ടേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ വൺസ് എക്സാം സ്റ്റാർട്ട് ചെയ്താൽ എത്ര സമയമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ കാണിക്കും. 3 മണിക്കൂർ ഓരോ സമയം കുറഞ്ഞു വരുന്നതും നമുക്ക് കാണിക്കും. സോ വാച്ചിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിസിക്സിലേക്ക് വലിയ വലിയ ചോദ്യങ്ങളും മാത്സിലേക്ക് വലിയ വലിയ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് പേപ്പർ വേണോ അത്രയും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ വൺസ് നിങ്ങൾ ആ പേപ്പർ വാങ്ങിച്ചാൽ നിങ്ങൾ ആ പേപ്പറിന്റെ അകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസും കൂടെ എഴുതണം. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതെല്ലാം എഴുതിയതിന് ശേഷം എക്സാം കഴിഞ്ഞിറങ്ങുന്നതിന്റെ മുന്നേ നിങ്ങൾ ഈ റഫ് വർക്ക് ചെയ്ത പേപ്പർ ഉണ്ടല്ലോ അത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി 7ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾക്ക്, അതായത് അത് മേ ബി നിങ്ങളുടെ പാരന്റ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, എക്സാം സെന്ററിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോകുന്നത്, നമ്മൾ ഈ എക്സാം വരെയുള്ള 7 ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഇനി നിങ്ങൾ ദയവ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുക. നിങ്ങൾ മാക്സിമം PYQs ചെയ്യുക, അതുപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. 25-ാം തീയതി നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ കാണുമ്പം കുറച്ച് ചോദ്യമെങ്കിലും ഫെമിലിയർ ആയിട്ട് തോന്നണമെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് ശീലിക്കാൻ, ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്ത് ആൻസർ ചെയ്ത് ശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഒരു റിയൽ ലൈക്ക് മോക്ക് ടെസ്റ്റ് ആയിരിക്കും അത്. 12 മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ പല മോക്ക് ടെസ്റ്റുകളും ഫ്രീ ആണ്. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 2017 തൊട്ട് 2024 വരെയുള്ള എല്ലാ PYQസും നിങ്ങൾക്കൊരു റിയൽ എക്സാം പോലെ ചെയ്തു നോക്കി എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്യാനും ഉള്ളൊരു അവസരം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതും ചെയ്തു നോക്കാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാ മോക്ക് ടെസ്റ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഐസർ അലൂമിനൈസും ആണ്. അതിൽ 12 മോക്ക് ടെസ്റ്റിലുള്ള ഹാൻഡ് റിട്ടൺ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു റിയൽ എക്സാം ലൈക്ക് എൻവയോൺമെന്റിൽ നിങ്ങൾ ഇതൊക്കെ എഴുതി നോക്കുക. ആ ദിവസത്തെ മെയ് 25-ാം തീയതി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറൊക്കെ ഇതിന്റെ മുന്നേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പിന്നെ നീറ്റിന് വേണ്ടിയിട്ടോ ജെഇക്ക് വേണ്ടിയിട്ടോ സീരിയസ് ആയിട്ട് പഠിച്ച കുട്ടികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കണം. കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് പാറ്റേൺ ഡിഫറൻസ് ആണ് 25-ാം തീയതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ PYQസും റിയൽ എക്സാമിന്റെ ഫോർമാറ്റിൽ തന്നെ എഴുതി നോക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സാമിനെ കുറിച്ചും അതുപോലെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. സോ ഈ ഒരു എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ഐസർ പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റേ കാം, സ്റ്റേ ഷാർപ്പ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പൊ 700 മെമ്പേഴ്സ് ഉള്ള ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ അകത്ത് ഐസറിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മലയാളികളും അതുപോലെ തന്നെ ഐസറിൽ ഇപ്പൊ ജോയിൻ ചെയ്ത മലയാളികളും അടങ്ങുന്ന ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഫേസിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾക്കകത്ത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാവുന്നതാണ്. സോ വി ആർ ഇൻ ദിസ് ടുഗദർ. അപ്പോൾ എല്ലാവർക്കും 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.